കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളിക്കളത്തിലെ തന്ത്രമല്ല, ലേലത്തിലും ഒരല്പം പൊടിക്ക് തന്ത്രം കൂട്ടിവെച്ചാണ് ഇവരും ഇത് വന്നത്. അപ്പം എങ്ങനെയാണ്, പ്രതീക്ഷിച്ച താരങ്ങളൊക്കെ പോക്കറ്റിലായിട്ടുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷയിലായിട്ടുണ്ട്. സലി ഹാപ്പി അല്ലേ? സഞ്ജു സാംസൺ, നമുക്കറിയാം സഞ്ജുവിൻ്റെ ബ്രദർ കഴിഞ്ഞ തവണ സഞ്ജുവിനൊപ്പം കൊച്ചിയെ നയിച്ച ആൾ കൂടിയാണ്. അപ്പോൾ സലി അതിനും ക്യാപ്റ്റൻ, നമ്മൾ കപ്പ് ഉയർത്തിയ ക്യാപ്റ്റൻ. അപ്പോൾ സലി എങ്ങനെയാണ്, ഹാപ്പിയാണോ? തീർച്ചയായിട്ടും നല്ല ഹാപ്പിയാണ്. അവസാന നിമിഷം ഒന്ന് ആഞ്ഞു പിടിച്ച് ഒരു ആപ്പിൾ കാലം കൂടി നിങ്ങൾ അവിടെ കൊണ്ടുവന്നു. ഏതൻ ആപ്പിൾ ടോമിനെ കൂടി അങ്ങോട്ട് കൊണ്ടുവന്നു. അതെ അതെ, സന്തോഷം. ഈ ബേസിൽ തമ്പി വേണമെന്ന് ഉറപ്പിച്ചുള്ള ഒരു വരവുണ്ടായിരുന്നല്ലോ, അതെന്താണ്? ബേസിൽ തമ്പിനെ നമുക്ക് കഴിഞ്ഞ വർഷം ഓപ്ഷനിൽ ഫസ്റ്റ് വന്നുകൊണ്ട് മിസ് ചെയ്തതാണ്. അപ്പോൾ അത് എന്തായാലും എത്ര വിളിച്ചാലും ഞങ്ങൾ വിളിക്കുന്നതായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് വളരെ ഒരു നോർമൽ റേറ്റ് കിട്ടി. കാരണം മെയിൻ പ്ലെയേഴ്സ് അവരെല്ലാം വിചാരിച്ചിരുന്ന പ്ലെയേഴ്സ് എല്ലാം പിന്നീട് വന്നത്. അപ്പോൾ അവർക്ക് പേഴ്സ് സേവ് ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, എളുപ്പത്തിൽ കിട്ടി. ഈ കെ എം ആസിഫിൻ്റെ കാര്യത്തിൽ അതുപോലെ ആസിഫിനെ ഒരു വേള നമ്മൾ വിചാരിച്ചു കൊച്ചി വിട്ടോ ആസിഫിനെ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പം പിന്നീട് നമ്മൾ മീഡിയ വണ്ണ് അതിനൊരു കാർഡ് നൽകിയത് വിടൂല ആസിഫിനെ കൊച്ചി എന്നാണ്. അപ്പോൾ ആസിഫിനെ വിളിച്ചു. അപ്പോൾ 2 പേസ് ബോളർമാർ, ഉഗ്രൻ പേസ് ബോളർമാരുണ്ട് വിറപ്പിക്കാൻ പോകുന്ന ആളുകൾ. അതിന് ഞങ്ങൾ RTM വെച്ചിരുന്നു. അപ്പോൾ ആ റൗണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും വരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എല്ലാവരുടെയും പേഴ്സ് വലുതായിട്ടിരിക്കുമ്പോൾ നമ്മൾ വിളിച്ചു തുടങ്ങിയാൽ അവർ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ പേഴ്സ് കുറയ്ക്കും. അപ്പോൾ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് വിളിച്ചാൽ നമുക്ക് കിട്ടും. RTM ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും കിട്ടും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തതാണ്. ഇദ്ദേഹം കുറച്ച് ടെൻഷൻ അടിക്കുന്നത് ഞാൻ അവിടെ കണ്ടിരുന്നു ഈ ഓപ്ഷൻ ടേബിളിൽ. അപ്പോൾ ഫുള്ള് മാറിയല്ലോ. പിന്നെ തീർച്ചയായിട്ടും വളരെ നല്ല ടീമാണ്. പ്രതീക്ഷയിൽ അപ്പുറം ശക്തമായ ടീമാണ്. സോ നീലക്കടവുകൾ വീണ്ടും കപ്പടിക്കും എന്നതിൽ വേറെ സംശയമില്ല. അതിൽ കുറച്ചിട്ടൊന്നും നമ്മൾ പറയില്ല, അതിൽ കുറച്ചൊന്നുമില്ല. പറയുന്ന പോലെ ഈ സാലേ കപ്പ് നമ്തേ, കൊച്ചി വിട്ട് പോവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രമിക്കാവുന്നോട് ചേർത്ത് തരും, മത്സരമല്ലേ. അല്ല, കൊച്ചിയെ സംബന്ധിച്ച് നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇത്തവണ കൊച്ചി ടീം വന്നിറങ്ങുമ്പോൾ അവരുടെ മുന്നിൽ അവരെ നിന്ന് നയിക്കാൻ ഒരു പുലി കൂടി ഇറങ്ങുന്നുണ്ട്, ക്രിസ് ഗെയിൽ. അപ്പോൾ അത് തന്നെയാണ് കൊച്ചിയെ ഏറെ വേറിട്ടതാക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ കൊച്ചി ടീം ഇറങ്ങുമ്പോൾ, അതിന് മുൻപിൽ ആ നീല ജേഴ്സിയിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ അത് കാണാനൊരു വല്ലാത്ത ചന്തവും കൂടി ഉണ്ടാകും. ഓക്കെ, ക്രിസ് ഗെയിലിനെ എന്ന് കൊണ്ടുവരും? ഞങ്ങൾ എന്നത്തേക്കാണ് കാത്തിരിക്കേണ്ടത്? എന്തായാലും സീസണിൻ്റെ ഒന്നെങ്കിൽ മുമ്പായിട്ട് അല്ലെങ്കിൽ സീസണിൻ്റെ ഇടയിൽ വന്നിരിക്കും. അപ്പോൾ ക്രിസ് ഗെയിലിനേക്കാളും വലിയ 6 അടിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ വരിക, ക്രിസ് ഗെയിലിൻ്റെ കൂടെ ബാറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. ഗെയിലിനെ ഞെട്ടിക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടെന്ന് നോക്കണമല്ലോ. അതെ അതെ അതെ. സഞ്ജു ഈ ലേലത്തിലേക്ക് വരുന്നതിന് മുമ്പ് സഞ്ജു സംസാരിച്ചിരുന്നോ? സംസാരിച്ചു. സഞ്ജുവിന് ടെൻഷനൊന്നുമില്ലല്ലോ കൊച്ചി ടീമിൻ്റെ കാര്യത്തിൽ? ഇല്ല, ഒരു ടെൻഷനും ഇല്ല. സഞ്ജു ഇറങ്ങും ആ സമയത്തൊന്ന് വന്ന്, ഇവിടെ ഉണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണാനൊക്കെ വരുമായിരിക്കും. ടീമിൻ്റെ കൂടെ ഉള്ള സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമായിരിക്കും. പക്ഷേ അല്ലാതെ ഇറങ്ങാൻ കളിക്കാൻ എന്തെങ്കിലും പറ്റത്തില്ല. ടീമിൻ്റെ കൂടെ വരാൻ പറ്റില്ല. എല്ലാവരും ഒരു മോട്ടിവേഷൻ ഉണ്ടാവും സഞ്ജുവിൻ്റെ. തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതാണ് കൊച്ചി. എല്ലാവരും ഉണ്ട് കേട്ടോ, അവരെല്ലാ ടീമും. ഞങ്ങളിങ്ങനെ നോക്കുകയായിരുന്നു. കൊച്ചി കഴിഞ്ഞ തവണത്തെ നിലവിലെ ചാമ്പ്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് കപ്പ് വിട്ടുകൊടുക്കാൻ പറ്റില്ല, അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിന് കണക്കായാണ് കൊച്ചി വന്നിരിക്കുന്നത്. പക്ഷേ മനോഹരമായൊരു ടീമിനെയും കൊണ്ടാണ് പോകുന്നത്. കൊച്ചിയുടെ ക്രിക്കറ്റ് പാരമ്പര്യം നമുക്കറിയാം. ആദിത് കുറിയും KCL മൈതാനത്തുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.